ഇപ്പൊ കോമ്പറ്റീഷന് വെച്ച് റെൻ അവന് ഇഷ്ടപ്പെട്ട ആള് അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ ഇത് കേട്ടിട്ട് അവന്റെ അടുത്തിരുന്ന ഗുവാനാന്ന് വിചാരിക്കും. അതുകൊണ്ട് ഇവിടെ ലൂവാനാണ് ദേഷ്യത്തി. എല്ലാരും എന്തിനാ ഗുവാന ഉദ്ദേശിക്കുന്നതെന്ന് ഇവൾക്ക് ദേഷ്യം. കാരണം അവൻ അത് പറഞ്ഞപ്പോ ഇവളം നോക്കിയാ പറഞ്ഞ്. എന്നിട്ട് കുറച്ചു പേർക്കെങ്കിലും ഇവളെ ഓർത്ത് സംശയപ്പെട്ടൂടെ എന്ന് പറഞ്ഞ് അവളും കട്ട ദേഷ്യത്തിരിക്കും. അതേസമയം ഇവിടെ റെന്നും അവന്മാരോട് ഐഡിയ ചോദിക്കും. ഇവൻ കാരണം ഉണ്ടായ ആ തെറ്റിദ്ധാരണയ്ക്ക് ഇനി ഇവന്റെ ഇഷ്ടം ലൂവാനോട് ഡയറക്റ്റ് പറഞ്ഞാലേ അവൾക്ക് മനസ്സിലാകത്തുള്ളെന്ന് ഇവന് തീരുമാനിക്കും. അതേപോലെ തന്നെ ലൂവാനും തീർച്ചയായിട്ടും അവളുടെ ഇഷ്ടം മുമ്പത്തോലെ മറച്ചു വെക്കത്തില്ലെന്ന് ഇവള് റെന്നിനെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിക്കും. അതോടെ അവളുടെ കൂട്ടുകാരൻ ടെൻഷനായിട്ട് എന്നും പറഞ്ഞ് നീ ഇങ്ങനെ പെട്ടെന്നൊന്നും പോയി പ്രപ്പോസ് ചെയ്യല്ലേ, ഇതിനു മുമ്പ് നടന്നേക്ക് നിനക്ക് ഓർമ്മയില്ലേ ആൻജിഷ നിന്നെ അവളച്ച് റിജക്ട് ചെയ്തപ്പോ എന്നിനെ കൂട്ടുകാർ പേടിക്കുമ്പോഴാണ് ഇത് കേട്ട് ലൂവാനും ധൈര്യത്തി. അതൊക്കെ പണ്ടത്തെ ലൂവാൻ, എനിക്കിപ്പം നല്ല ധൈര്യമുണ്ട്. എന്തായാലും അവന് ഇഷ്ടമല്ലെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ അവനെ ചെന്ന് പ്രപ്പോസ് ചെയ്യാൻ പോവാ എന്നിനെ ലൂവാനും തീരുമാനിക്കും. അതേസമയം റെൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോകാൻ തീരുമാനിക്കുമ്പോൾ ഇവന്മാരാണ് ലവിന്റെ എക്സ്പേർട്സ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം, ചുമ്മാ ഇങ്ങനെ പ്രപ്പോസ് ചെയ്താൽ പോരാ, അതിന് കറക്റ്റ് സ്ഥലം സമയം എല്ലാം കൂടെ പെർഫെക്റ്റ് മാച്ച് ആയിരിക്കണം എന്ന് പറയും. അതിനുശേഷം വാങ്ങാണ് ലൂവാന്റെ ക്ലബിലേക്ക് ഒന്ന് കേക്ക് ഒക്കെ അടിച്ചു വരി കഴിക്കുമ്പോൾ അവള് ചോദിക്കാതെ പറയൊന്നും കേക്ക് എടുക്കല്ലെന്ന് പറയും. അപ്പോഴാണ് അവന് വിഷമിച്ചിട്ട്, ഓ അളിയ നീ ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിലാണ്, എനിക്ക് അതിനേക്കാളും ഭയങ്കര സങ്കടം, കാരണം എനിക്ക് കിട്ടേണ്ട മറ്റേ അഡ്മിഷൻ പോയി, ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആ ലിയാങ്ങിന് വിദേശത്ത് പഠിക്കാനുള്ള ചാൻസ് കിട്ടിയ എന്നിന് ഇവനും പറയുമ്പോഴാണ്. അതേസമയം അവിടേക്ക് വരുന്ന ആൻജിഷ ഇതെല്ലാം കേട്ടോണ്ടിരിക്കും. അപ്പോഴാണ് ലൂവാനാണ് ഷോക്കായിട്ട്, എന്തോ PG പഠിക്കാനാണോ അപ്പൊ നിനക്ക് ചാൻസ് പോയത്, അതിനർത്ഥം ലിയാങ് കുറെ വർഷം അവിടെ പഠിക്കേണ്ടി വരുമല്ലേ, പക്ഷെ അവൾ എന്നോട് പറഞ്ഞ ജസ്റ്റ് ഒരു വർഷം പഠിച്ചാൽ മതി എന്ന്, ഇനി ഈ കാര്യം ആൻജിഷന് അറിഞ്ഞില്ലേ എന്നിന് ലൂവാനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ കൂട്ടുകാരിയാണ് ആൻജിഷന് അറിഞ്ഞില്ലെങ്കിൽ അത് അവർ തമ്മിൽ സംസാരിച്ചോളെന്ന് പറഞ്ഞ് ഇവളെ ചുമ്മാ ഇടപെടാണെന്ന് പറയും. അപ്പോഴാണ് ലൂവാനും ആൻജിഷനെ കാണാതിരുന്ന നല്ലെന്ന് പറഞ്ഞ് ഇവളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാരണം അവനെ കണ്ട് ഒരു സത്യം പറഞ്ഞാലെന്ന് ഇവള് പേടിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസം അവനെ കണ്ടാലും ഇവള് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവൾ ആശുപത്രി വെച്ച് റെന്നിന്റെ കസിനെ കാണുന്നത്. അതുകൊണ്ട് കസിനാണ് സന്തോഷിത്തി, ഓ ചേട്ടത്തി നിങ്ങളോട് ഉണ്ടായിരുന്ന എന്റെ കൂട്ടുകാരി ഡാൻസ് കളിക്കുമ്പോ, അതുകൊണ്ട് ഞാൻ ഇവൾക്ക് കൂട്ടിന് വന്നേ, ഇപ്പൊ ഞാൻ ആരെയെ കൊണ്ട് കാണിക്കണ്ടേ എന്നിനെ കസിനും ചോദിക്കുമ്പോൾ ലുവാനാണ് അവൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചോണ്ട് പോകും. അതിനുശേഷം കസിനാണ് ബോറടിക്കുവാന്ന് പറഞ്ഞ് അവൾ അവിടുത്തെ ക്യാൻസറിന്റെ ഒരു ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന സീനിയർ ആണ് ഇവൾ വായിച്ചുകൊണ്ടിരിക്കുന്നിട്ട് ഇവൾക്ക് ക്യാൻസർ ആണെന്ന് അവൻ വിചാരിക്കും. അതുകൊണ്ട് അപ്പൊ തന്നെ അവൾ വിളിച്ചോണ്ടുപോയി ഇപ്പൊ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാന്ന് അവൻ കുറെ ടെൻഷൻ ആകുമ്പോൾ ഇത് മനസ്സിലാക്കി അവളാണ്, ഞാൻ ചുമ്മാ അവിടുന്ന് ബുക്ക് എടുത്ത് വായിച്ചോണ്ടിരുന്ന, എനിക്കൊന്നും ഒരു അസുഖമില്ല എന്നിന് അവൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇവന് സമാധാനം വന്ന്. അതിനുശേഷം അവൾ ഹാപ്പി ആയിട്ട്, അപ്പൊ ഇപ്പോഴും എന്നോട് സ്നേഹമൊക്കെ ഉണ്ടോ എന്നിന് അവളും ചോദിച്ച അടുത്ത സെക്കൻഡ് അവനെ ഹഗ് ചെയ്ത് ഇവ രണ്ട് ഒന്നിച്ച് ചേരുന്ന പോലെയൊക്കെ സീനിയറിന് സ്വപ്നം വരും. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ കസിനാണ് അവനെ ഹഗ് പോലും ചെയ്തില്ല. എന്നിട്ട് അവളും എനിക്ക് പോകാൻ സമയം എന്ന് പറഞ്ഞിട്ട് അവൾ മൈൻഡ് ചെയ്യാതെ പോകും. അതുകൊണ്ട് സീനിയറും സ്വപ്നത്തിൽ കണ്ടോലെ ഹഗ് ഒന്നില്ലെന്ന് വിചാരിച്ചോണ്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കണ്ട് കസിനും ഞാൻ കൂടുതൽ സംസാരിക്കാതിരുന്നാല് ഇവൻ എന്നോട് ഇഷ്ടം വരുത്തുള്ളെന്ന് ഇവളും വിചാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ വൈകിട്ട് ഹോസ്റ്റലിൽ വെച്ച് ലൂവാനാണ് റെന്ന് മെസ്സേജ് അയച്ച് നാളെ അവനെ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് കാണണം എന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരിയാണ് സ്വിമ്മിംഗ് പൂളിൽ വെച്ചാണോ അവനെ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്ന ചോദിക്കും. അപ്പൊ ലൂവാനും പിന്നല്ലാതെ ഞാനൊരു ലവ് ഗുരുജിയോട് ഐഡിയ ചോദിച്ചായിരുന്നു എന്നിട്ട് അവൾ ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴാണ് സത്യത്തെ ഐഡിയ ചോദിച്ച റെന്നിന്റെ കസിനോട്. അപ്പോഴാണ് അവളും ലവ് പറയാനൊന്നും ഇങ്ങനെ സ്ഥലവും സമയം നോക്കണ്ട, പെട്ടെന്ന് അപ്പൊ തന്നെ അവനെ കണ്ട് ഐ ലവ് എന്ന് പറഞ്ഞ വീണോന്ന് ഇവള് കുറെ ഐഡിയ പറഞ്ഞാണ്. അങ്ങനെ അതൊക്കെ ലൂവാനെ നോട്ട് ചെയ്തിട്ട് അടുത്ത ട്രിക്ക് എന്തോന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവിടെ കസിനാണ് അവസാനം വരെ ധൈര്യത്തോടെ ഇരിക്കണം, നിനക്ക് പേടി വരല്, പോകുന്നതിന് മുമ്പേ നല്ലോണം കുളിച്ചിട്ടൊക്കെ പോ എന്നിന് അവൾ ഒറ്റ ഐഡിയ തന്നെ ഇവൾക്ക് മൊത്തത്തിൽ പറഞ്ഞു തീർക്കും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവളും റെന്നിന് കാണാൻ പോകുന്ന മുമ്പേ തന്നെ അവളുടെ കൂട്ടുകാരിയോട് കൂടെ പുറത്ത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് ലൂവാനും നീയും വേണേ മേക്കപ്പ് ഒക്കെ ഇട്ട് അവനെ ചെന്ന് പ്രപ്പോസ് ചെയ്യുന്ന പറയുമ്പോൾ ഇവളുടെ കൂട്ടുകാരിയും അതിനൊക്കെ സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ആൻജിഷനും ലൂവാൻ പറഞ്ഞ് കേട്ടോണ്ട് ഇപ്പൊ ലിയാങ്ങിനോട് ഇവള് PG പഠിക്കാനൊക്കെ വിദേശത്ത് പോകാൻ ചോദിക്കും. അപ്പോഴാണ് ലിയാങ് ഇതേട് ഷോക്കായിട്ട് ഈ കാര്യം ആരാ പറഞ്ഞു ചോദിക്കുമ്പോൾ അവന് ലൂവാൻ സംസാരിച്ചുകൊണ്ടെന്ന് കേട്ടേന്ന് പറയും. ഇതോടെ ഇവളാണ് ദേഷ്യത്തി, ഓ ഇപ്പോഴും ലൂവാനാണോ, പണ്ട് തൊട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും പറയാറുണ്ട് നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയെന്ന്, ഞാനാ നിങ്ങളുടെ ഇടയിൽ വന്നൊരു ശല്യമായിട്ട് മാറിപ്പോയ, നിനക്ക് അവളെ സെറ്റാക്കിയായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനത്തെ അവസ്ഥയൊന്നും വരത്തില്ലായിരുന്നല്ലേ എന്നിന് ഇവള് വിഷമിക്കുമ്പോൾ ഇത് കിട്ട് ആൻജിഷനൊന്നും പിടിയിട്ടാതെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നീ വിദേശത്ത് പഠിക്കുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് നിനക്ക് നല്ല ഓപ്പർച്യൂണിറ്റി അല്ലേ എന്നിന് അവനും പറയുമ്പോൾ ഇത് കേട്ട് അവളാണ് എങ്കിൽ പിന്നെ ഇവനും ഇവളുടെ കൂടെ പഠിക്കാൻ വരുന്നെന്ന് ചോദിക്കും. പക്ഷെ അവനാണ് ഇത് പെട്ടെന്നായതുകൊണ്ട് അവനൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. അങ്ങനെ അവസാനം ലിയാങ് പറഞ്ഞിട്ട് ആൻജിഷൻ ഇപ്പൊ മനസ്സിലാവുന്ന ലൂവാനും ഇവനോട് ഇഷ്ടം ഉണ്ടായിരുന്നെന്ന്. ഇതേ സമയം ഇവിടെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ലൂവാൻ അവളുടെ കൂട്ടുകാരും കൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും മറ്റവനായിട്ട് സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവളുടെ പ്രൊപ്പോസലിന് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അതേ സെയിം മാളി വെച്ച് തന്നെ ആൻജിഷൻ ഇവളെ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് അവൻ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നെന്ന് പറഞ്ഞിട്ട് അവനും ചോദിക്കും. ഇത് കേട്ട് അവളാൻ ടെൻഷനായി നമുക്ക് വേറെ എവിടെയും സംസാരിക്കാന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ലിയാങ്ങും ഇന്ന് അവരുടെ 3ാമത്തെ ലവ് ആനിവേഴ്സറി
അറിയാന്നറിഞ്ഞ് അവൾ ആൻറ്റിഷേനായിട്ട് വഴക്കുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചോണ്ട് അവന് വേണ്ടി കേക്ക് വാങ്ങിക്കാൻ തീരുമാനിക്കും. ഇതേ സമയം പുറത്ത് വന്നിട്ട് ലുവാനാണ് പഴയതൊക്കെ മറന്നിട്ട് ഇവനിപ്പോ ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രം ആലോചിക്കാൻ പറയും. അപ്പോഴാണ് ആൻറ്റിഷേനും അപ്പൊ ഇവളന്ന് നല്ല വിഷമത്തിലായിരിക്കും പോയെന്നറിഞ്ഞ് അവനത് മനസ്സിലാക്കുമ്പോൾ ഇവൾ അതൊന്നും കുഴപ്പമില്ലെന്നറിഞ്ഞ് അവളതൊക്കെ മറന്നെന്നറിയും. കൂടാതെ അവൾക്കിപ്പോ ഇഷ്ടം റെന്നാന്ന് ഇവനോട് തന്നെ ഓപ്പൺ ആയിട്ട് പറയും. അതിനുശേഷം ആൻറ്റിഷേൻ ഇവളോട് സോറി പറയുമ്പം അവളാണ് ഇനി സോറിയൊക്കെ നീ സ്പെഷ്യലായിട്ട് ലിയാങ്ങിനോട് മാത്രം പറഞ്ഞെന്നറിഞ്ഞ് ഇവർക്ക് ഇപ്പൊ തന്നെ കൺഗ്രാജുലേഷൻ പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് പെട്ടെന്ന് ഇവൾ സ്ലിപ്പായ ഉടനെ ആൻറ്റിഷേൻ വന്ന് ഇവളെ ഹെൽപ്പ് ചെയ്യും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം അവിടേക്ക് വന്ന് നോക്കുന്ന ലിയാങ് ആണ്. ഞാൻ വിചാരിച്ചോളെ നിങ്ങൾ തമ്മിൽ സീക്രട്ട് ആയിട്ട് ഡേറ്റ് ചെയ്യണോ ആൻറ്റിഷേൻ, ഞാൻ നിന്നോട് സോറി ചോദിക്കാൻ വേണ്ടി തന്നെയാ, പക്ഷെ ഞാൻ കണ്ടത് ഇങ്ങനത്തെ ഒരു സംഭവം. ഏതായാലും ഇവളും ദേഷ്യപ്പെടുമ്പം ലുവാനാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വരും. പക്ഷെ അതിന് മുമ്പേ തന്നെ ഇവളെ ലിയാങ് കട്ട ദേഷ്യത്തി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് അവൾ കേക്ക് എടുത്ത് നേരെ ആൻറ്റിഷേന് നേരെ അങ്ങ് എറിയും. അപ്പോഴാണ് ഇവിടെ അവസാനം കേക്ക് മൊത്തം വീഴുന്നത് ഇവളുടെ മുഖത്തിനകത്ത്. അതിനുശേഷം അവളും ടിഷ്യൂ പേപ്പറൊക്കെ കൊടുത്ത് ഇവന്റെ ഫേസിനകത്തുള്ള കേക്ക് തുടച്ചളയാൻ പറയുമ്പോൾ അവൾക്ക് അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഇവളുടെ ഫേസിൽ മാത്രമേ കേക്ക് ഉള്ളെന്ന്. അതിനുശേഷം ഇവൾ ഒളിഞ്ഞും പതുങ്ങിയൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ചെന്നാലും പ്രൊപ്പോസിന് മുമ്പേ എങ്ങനെയൊക്കെ ഫ്രഷ് ആണെന്ന് പറഞ്ഞ് പോകുമ്പോൾ കറക്റ്റ് അതേസമയം സ്റ്റുഡൻസ് ഒക്കെ അവിടെ പോയി തുടങ്ങും. അതുകൊണ്ട് ഇവൾ സൈഡിലേക്ക് ചെന്ന് ഒളിഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് വരുന്ന റെന്നാണ് ഇവൾ ഇവിടെ ആരെ കണ്ട് പേടിച്ചിരിക്കുകയും ചോദിക്കും. അതോടെ അവളാണ് ഇവിടെ നിന്ന് പോയി തരാൻ പറ്റുമെന്ന് പറഞ്ഞ് അവനോട് പറയുമ്പം അവന് മുഖത്ത് എന്തോന്ന് പറഞ്ഞ് ഇവളോട് ചോദിച്ചു മനസ്സിലാക്കും. അപ്പോഴാണ് അവളും നിനക്ക് ചിരിക്കണേ ചിരിച്ചോന്ന് പറഞ്ഞ് അവളുടെ മുഖം കാണിക്കുമ്പോഴാണ് ഇവൻ അവളും വിളിച്ചോണ്ട് സ്വിമ്മിംഗ് ക്ലബിലേക്ക് ചെല്ലും. അതിനുശേഷം അവള് ഫ്രഷ് ആയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ ഇവനോട് പറയുമ്പം അവനാണ് ദേഷ്യത്തി ലിയാങ് ആണോ നിന്റെ ഫേസിൽ കേക്ക് എറിഞ്ഞെന്ന് അവന് ചോദിക്കുമ്പോൾ തന്നെ ഇവളും ലിയാങ് ഉദ്ദേശിച്ച ആൻറ്റിഷേനെ അറിയാന് പക്ഷെ ഉന്നം തെറ്റി ഇവളുടെ ഫേസ് ആയിപ്പോയി എന്നറിയും. അതിനുശേഷം അവളും ഇവന് വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിയാന്ന് പറയുമ്പോൾ അവനതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവളുടെ മുടിയിൽ നിന്ന് ഇപ്പോഴും സ്മെല്ല് വരുന്നെന്ന് പറഞ്ഞ് അവനത് ക്ലീൻ ചെയ്ത് തരാൻ വേണ്ടി പോകും. എന്നിട്ട് അവനും ഇവൻ എന്തിനെന്ന് കാണാൻ വേണ്ടി വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ അവളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയാന്ന് പറയും. അപ്പോഴാണ് അവനും ഇവള് വിളിച്ചില്ലെങ്കിലും അവൻ ഇന്ന് ഇവളെ ഷൂട്ടിംഗ് സ്റ്റാർസ് കാണാൻ വേണ്ടി വിളിക്കായിരുന്നെന്ന് പറയും. അതോടെ അവള് സന്തോഷെത്തി അവൻ്റെ കൂടെ വരാന്ന് പറയും. അങ്ങനെ റെൻ ഇവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിരിക്കുക. അതുകൊണ്ട് അവന് ബാൽക്കണി ഫുള്ളും ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് ഇവളോട് ഇഷ്ടം പറയാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി വെക്കും. അങ്ങനെ അതിന് എന്റെ ഫ്രണ്ട്സ് ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. അതിനുശേഷം അന്ന് രാത്രി ലുവാനും എന്നാൽ ഷൂട്ടിംഗ് സ്റ്റാർസ് വരുമ്പോൾ ഞാൻ എന്റെ ഇഷ്ടം അവനോട് പറയുമെന്ന് ഇവളിവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൻറ്റിഷാൻ ഇവളെ ഫോൺ വിളിച്ചിട്ട് ഇവളെ ലിയാങ്ങിന് വല്ലതും കണ്ടോന്ന് ചോദിക്കും. കാരണം അപ്പൊ പോയവളെ പിന്നീട് അവൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് അവൻ ടെൻഷനായി അവൾ അന്വേഷിക്കാൻ പറയുമ്പം ലുവാൻ ഇവനെ പേടിക്കണമെന്ന് പറഞ്ഞിട്ട് അവളും ചെന്ന് അന്വേഷിച്ച് നോക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം ഇവളും റെന്നെ മെസ്സേജ് അവൾ കുറച്ച് താമസിച്ച വരത്തുള്ളെന്ന് പറയാൻ വേണ്ടിയിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വരുന്ന ലിയാങ് എപ്പോഴും വിഷമിച്ചിരിക്കുമ്പോൾ ഒരു മലയുടെ മുകളിൽ പോകാറുണ്ട്. അതുകൊണ്ട് അവൾ അത് പെട്ടെന്ന് ഓർത്തെടുത്ത് റെന്നിന് മെസ്സേജ് അയക്കാൻ മറന്നുപോയി അവൾ അന്വേഷിച്ച് ആ സ്ഥലത്തേക്ക് ചെല്ലും. ഇതേ സമയം റെന്നും ഫുൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് ഇവൾ എന്തോ ഇതുവരെ എത്താത്തെന്ന് പറഞ്ഞ് അവളെ കുറിച്ച് ഞാൻ ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം ലുവാൻ അവൾ അന്വേഷിച്ച് ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ കുറെ കുടിയന്മാരിരുന്ന് ഇവളെ നോക്കി കൂവിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് റെന്നാണ് ഇവളെ ഫോൺ വിളിച്ച് ഇവളെ വരുന്നില്ലെന്ന് ചോദിക്കുമ്പം അവളാണ് ഞാൻ ഒരു സ്ഥലം വരെ വന്നേക്കോന്ന് പറഞ്ഞ് അവൾ ആ സ്ഥലത്തിന്റെ പേര് അവന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുറച്ച് ലേറ്റാവെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പോകുമ്പം ഇവളുടെ കൂട്ടുകാർ അതേപോലെ തന്നെ ആ സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ലുവാനും ഇവളെയും വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരും വരാതെ ഇല്ല ഞാൻ എങ്ങോട്ടേക്കും വരത്തില്ല, എനിക്കിപ്പോ നിങ്ങളുടെ ഒരു ഫേസ് കാണാൻ താല്പര്യമില്ല. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ റാഗ് ചെയ്യുന്നവരടുത്ത് നിന്ന് രക്ഷിക്കുന്നുണ്ട് എല്ലാവരും എന്നെ വീക്കായിട്ടാ കണ്ടേന്ന് പറഞ്ഞ് ഇവൾ ഇവിടെ നിന്ന് കരഞ്ഞ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി ലുവാനും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല നിന്നെ ഹെൽപ്പ് ചെയ്ത, പക്ഷെ നിനക്ക് അങ്ങനെ ഫീൽ ആയെങ്കിൽ ഇവള് സോറി വയ്ക്കും. അപ്പോഴാണ് ലിയാങ് ആണ് ലുവാൻ എല്ലാവർക്കും നീ വേണം സ്ട്രോങ് ആയിരിക്കാം, പക്ഷെ എനിക്ക് നീ വീക്കാ. 5 വർഷം നിന്റെ സ്നേഹം അവനോട് പറയാൻ പറ്റാത്ത ഒരു ധൈര്യമില്ലാത്ത പെൺകുട്ടിയാ നീ. ഇപ്പൊ നിനക്ക് ആ റെന്നെ ഇഷ്ടം അതെങ്കിലും നീ പറഞ്ഞോ. ഏതിന് ഇവളും ചോദിക്കുമ്പം ഇത് കേട്ട് ലുവാനാണ് ആ നീ പറഞ്ഞൊക്കെ സത്യ, പക്ഷെ എനിക്ക് റെന്നെ ഇഷ്ടം, അത് ഞാൻ അവനോട് തന്നെ പറയും. പക്ഷെ ഞാൻ എന്റെ പ്രോബ്ലംസ് ഒക്കെ ഞാൻ നേരിട്ട് ഫേസ് ചെയ്യും. അതുകൊണ്ട് നീ ഇപ്പൊ എന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്കോ. എന്നിട്ട് അവളുടെ കൂട്ടുകാരെ വിളിച്ചോണ്ട് അവിടെ നോമ്പരാണ് മറ്റേ കുടിയന്മാരാണ് ഒരു ബ്യൂട്ടിയുടെ കൂടെ മറ്റൊരു ബ്യൂട്ടി വന്നെന്ന് പറഞ്ഞ് ഇവരൊക്കെ അവരുടെ പുറകെ ചെല്ലും. അങ്ങനെ അതുകൊണ്ട് ഇവർ രണ്ടുപേരും പേടിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കുമ്പോൾ അവന്മാരാണ് ഇവൾമാരെ ടച്ചൊക്കെ ചെയ്ത് ശല്യം പെടുത്തും. അപ്പോഴാണ് ലുവാനും ഫൈറ്റ് അറിയുന്ന പോലെ ആക്ട് ഒക്കെ ചെയ്തിട്ട് അടുത്തേക്കൊന്ന അവൾ എല്ലാരെയും അടിച്ച് പീസ് ആക്കുമെന്ന് പറയും. അപ്പോഴാണ് അവന്മാരാണ് പേടിച്ചിട്ട് എങ്കിൽ പിന്നെ ഞാൻ അടുത്തേക്ക് വരുന്നില്ല നീ അടുത്തേക്കോ. എന്നിട്ട് ഇവർ തമ്മിൽ തർക്കമാകുമ്പോഴാണ് ലുവാനാണ് പേടിച്ചിട്ട് ഒന്നറിയാതെ ചുമ്മാ ഇങ്ങനെ ഞാൻ നിൽക്കുവാണ് ഇവന്മാർ ഞങ്ങൾ അടിച്ച് പഞ്ഞിക്കിടുമെന്ന് അവളിങ്ങനെ പേടിച്ചിരിക്കും. അങ്ങനെ ഏഞ്ചലിനെ പോലെ റെൻ വന്ന കൊള്ളാന്ന് പറഞ്ഞ് ഇവള് വിചാരിച്ചോണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവിടേക്ക് റെന്നാണ് ഇവളെന്നെ ഓടി വരും. അതോടെ അവനും ചാടിയൊക്കെ വന്ന് ഇവന്മാർ അടിച്ചിടാൻ പോകുമ്പോഴാണ് ലുവാനാണ് ഐ ലവ് യു റെൻ എന്ന് പറഞ്ഞ് അവനെ നോക്കി അങ്ങ് പറയും. അങ്ങനെ അടുത്ത സെക്കൻഡ് ഇവൻ അവന്മാരിൽ ഒരുത്തിന് അടിച്ചിട്ടിട്ട് ഇവളിപ്പോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവളെ നോക്കി ചോദിക്കും. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.